യേശുവിൽ പ്രിയരെ, നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യാൻ ഉപയോഗിക്കുന്ന വിഷയം യേശു ജീവൻ്റെ ഉടമയും നിത്യജീവനിലേക്കുള്ള പാതയുമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വ്യാഴാഴ്ച ദിവസം ദിവ്യബലി മധ്യേ ഉപയോഗിക്കുവാൻ പോകുന്ന വചനഭാഗത്തെയാണ് നമ്മൾ വിചിന്തനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ സ്വാംശീകരിച്ച സംഗ്രഹിച്ച രൂപമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. യേശു ജീവൻ്റെ ഉടമയാണ്, അതോടൊപ്പം തന്നെ നിത്യജീവിതത്തിലേക്കുള്ള പാതയാണ്. ഈ ലോക ജീവിതത്തിലായിരിക്കുന്നവർ ഈ ഒരു വചനഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഈ ഒരു ഇന്നത്തെ ദിവസം, ഈ വ്യാഴാഴ്ച ദിവസം ദേവാലയത്തിൽ ഉപയോഗിക്കുവാൻ പോകുന്ന വചനത്തെ ധ്യാനിക്കുമ്പോഴേക്കും ഏറ്റവും പരമപ്രധാനമായിട്ട് ദൈവം എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ദൈവം നമ്മളോട് ഓരോ ദിവസവും ദിവ്യബലി മധ്യേ നമ്മളോട് സംസാരിക്കുന്നത്, വചനത്തിലൂടെ നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ വായനയിൽ കാണുന്നത് അബ്രഹാമുമായിട്ട് ദൈവം ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ആ ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അബ്രാം എന്ന് വിളിക്കുന്ന അബ്രാമത്തെ ദൈവം അബ്രഹാമാക്കി മാറ്റി, പേരിൽ തന്നെ മാറ്റം വരുത്തുകയാണ്. ദൈവം ഏറ്റെടുക്കുമ്പോൾ നമ്മളായിരിക്കുന്ന പേരിലല്ല ദൈവം നമ്മളെ സ്വീകരിക്കുന്നത്. ദൈവം നമുക്കൊരു പേര് നൽകുകയാണ്. ആ പേര്, നമ്മുടെ പേര് നഷ്ടപ്പെടാതെ തന്നെയാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഇവിടെ കാണുന്നത്, ദൈവം നൽകുന്ന പേര് സ്വീകരിക്കുവാൻ തക്കവിധം ദൈവം അബ്രഹാം ദൈവത്തിന് മുമ്പിൽ തന്നെ എളിമപ്പെടുത്തിയെന്ന് തന്നെയാണ്. നമ്മുടെയൊക്കെ പേരും കൊണ്ട് നമ്മൾ പലരുമൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മൾ ആ പേരിനേക്കാൾ ഉപരി ദൈവം എനിക്ക് എന്താണ് നൽകാൻ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുവാനായിട്ട് വചനഭാഗം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് മുമ്പിലേക്ക് എൻ്റെ ജീവൻ ദൈവം തന്നതാണ്, ഞാനായിരിക്കുന്ന പേര് അതെൻ്റെ മാതാപിതാക്കന്മാരെ കിട്ടതാണെങ്കിലും ദൈവം എനിക്ക് നൽകുന്ന ആ പേരെന്താണ്? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ കരുണയിൽ ഞാൻ ഇതിനെ സമർപ്പിക്കുന്നുണ്ട്. ദൈവസ്നേഹത്താൽ അനുദിനം ഞാൻ പരിപൂരിതനാകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഇന്നും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ പ്രവർത്തിക്കുമ്പോൾ, സഭയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായ പ്രവർത്തനം നമുക്ക് കാണുവാൻ സാധിക്കാതായി പോകുന്നത് നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ടാണ്. പക്ഷേ വിശ്വാസത്തുല്യ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവപിതാവ് ഇന്നും പ്രവർത്തനത്തിലാണ്. അവിടുന്ന് ഇന്നും എന്നേക്കും, എല്ലാ കാലവും അവിടുത്തെ ഉടമ്പടി ശാശ്വതമാണ്. അവിടുന്ന് ആ ഉടമ്പടി എന്നും, അവിടുത്തെ ഉടമ്പടി എന്നും നിലനിൽക്കുന്നതാണ്. അബ്രഹാത്തിന് നൽകിയ ആ വാഗ്ദാനത്തിൻ്റെ ആ ചുവട് പിടിച്ചുകൊണ്ട് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ, ആ ചുവട് പിടിച്ച് നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ഏറ്റവും വലിയ ദൈവത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത് യേശുവുമായുള്ള ഉടമ്പടിയാണ്. അവൻ ജീവൻ്റെ ഉടമയാണ്. ജീവൻ്റെ ഉടമ, ജീവൻ്റെ മേൽ അധികാരമുള്ളവനാണ്. അതോടൊപ്പം തന്നെ നിത്യജീവിതത്തിലേക്ക് നമ്മൾ നയിക്കുവാനായിട്ടുള്ള പാതയാണ് യേശു. യേശു രക്ഷകനാണ്. ആ രക്ഷകന്റെ രക്ഷാകര ദിനങ്ങളെപ്പറ്റി, ആ രക്ഷാകര രഹസ്യത്തെപ്പറ്റി, അവൻ്റെ പീഡാനുഭവത്തെപ്പറ്റി നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. 30 ദിനരാത്രങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുവാൻ വേണ്ടി പോകുന്നു. ആ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് പ്രാർത്ഥന ഇല്ലാതെ, വിശ്വാസമില്ലാതെ ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ നമ്മൾ എത്രത്തോളം ദൈവത്തെ ആഗ്രഹിക്കുന്നു, അത്രത്തോളം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രീതികരമായി തിരികെ ദൈവത്തെ മുൻനിർത്തി ജീവിക്കാൻ പ്രാപ്തമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ട് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, വളരെ സന്തോഷത്തിൻ്റെ ദിനങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ദുഃഖത്തിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസക്കുറവ് കൊണ്ട് മാത്രമാണ്. പക്ഷേ നമ്മൾ എത്രത്തോളം ഈശോയുടെ അടുത്ത് നിന്ന് ആ ഒരു വചനഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ, ഇന്നത്തെ വചനഭാഗങ്ങൾ ധ്യാനിക്കുമ്പോഴേക്കും നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈശോ പറയുകയാണ്, എൻ്റെ പിതാവിനെ പറ്റി പറയുകയാണ്. അതുപോലെ തന്നെ ഈശോയെ കുറ്റം ആരോപിക്കുമ്പോഴും ഈശോ അവിടെ എടുത്തിയാടി ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ അവിടെ ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. വളരെ വിനീതമായിട്ട്, എളിമയോടുകൂടെ, വളരെ സൗമ്യമായ രീതിയിൽ ഈശോ ഉത്തരം നൽകുന്നുണ്ട്. അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. സഹോദരങ്ങൾ, വന്നിരിക്കുന്ന അന്ധകാരത്തെ പ്രകാശമായ ഈശോ, നിത്യഗുരുവായ ഈശോ ആ അന്ധകാരത്തെ എടുത്ത് മാറ്റാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അന്ധകാരം അവരൊന്നും മാറുന്നില്ല. അവരാ അന്ധകാരത്തിൽ തന്നെ അടയ്ക്കുക. നമുക്കെല്ലാവർക്കും ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പ്രകാശം വേണമോ അന്ധകാരം വേണമോ?
ഇപ്പോഴത്തെ ഈ വചനപാലനം കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഈശോയെ കൊല്ലുവാനായിട്ട് കല്ലുകളെടുത്ത് ഈശോയെ മുറിവേൽപ്പിക്കുവാനായിട്ട് മുമ്പോട്ട് വരുമ്പോഴും ഈശോ അവരെ എതിർക്കുകയല്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജീവൻ്റെ ആ ഉടമസ്ഥ അവകാശമുള്ള ഈശോയെ നമ്മൾ പുൽകാത്തതുകൊണ്ടല്ലേ ഇന്നും ജീവനെക്കുറിച്ച് നമ്മൾ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രോഗം വന്നാൽ അപ്പോൾ തകർന്നു പോകുന്ന ജീവിതങ്ങളാണ് നമ്മൾ. അതോടൊപ്പം തന്നെ നമ്മൾ രണ്ടാമതായി ചിന്തിക്കുന്നത് നിത്യജീവിതത്തിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. ഈ ലോകത്തിൽ പലതുമൊക്കെ നമ്മൾ നേടിയെടുക്കുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ളതാണ്. പക്ഷേ നിത്യജീവൻ ഞാൻ കരസ്ഥമാക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ, ഈശോടൊപ്പം നമുക്ക് ചേരാം, ഈശോയുടെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യിക്കാം. ഈ പീഡാനുഭവങ്ങൾ നമ്മളെ ഉയർപ്പിലേക്ക് നയിക്കട്ടെ, ഉയർപ്പ് നമ്മളെ പെന്തക്കോസ്തായിലേക്ക് നയിക്കട്ടെ. പെന്തക്കോസ്തായിൽ നിറഞ്ഞു നിന്നുകൊണ്ട് സഭാജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ നമ്മൾ പ്രാപ്തമാകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.